ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനൽ എത്തിയിട്ടുള്ളത് എർട്ടിഗയാണ്. ഈ ഒരു വണ്ടി പെട്രോൾ വണ്ടിയാണ്. ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ അത് വേറെ ലെവൽ മാറ്റങ്ങളാണ് വേണ്ടി ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇന്ത്യയിൽ തന്നെ ഒരു വണ്ടി ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും കാര്യങ്ങൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഇന്തോനേഷ്യൻ സ്പെക്കിൽ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണിത്. അപ്പോൾ നമുക്ക് അധികം ലാഗ് അടുപ്പിക്കാതെ ഈ വണ്ടിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മളെ വണ്ടി വന്നിട്ടുള്ളത്. 2019 മോഡൽ എർട്ടിഗയാണ്. നമ്മൾ ഫുള്ളി വർക്ക് ചെയ്ത് ടോട്ടലി ഈ ഒരു ഇന്തോനേഷ്യൻ സ്പെക്ക് ആക്കിയിട്ടുള്ളത്. ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരു ഹൈബ്രിഡ് എഞ്ചിനാണ് ഈ വണ്ടിയിലുള്ളത്. അതിനെ നേരെ ട്യൂൺ ചെയ്തിട്ട് വേറെ ലെവൽക്ക് ആക്കിയിട്ടുണ്ട്. 108 bhp ആണ് ഈ വണ്ടിക്ക് സ്റ്റോക്ക് വരുന്ന പവർ. അത് ട്യൂൺ ചെയ്തിട്ട് സ്റ്റേജ് 1+ മാപ്പ്, വോൾഫിൻ്റെ 1+ മാപ്പാണ് ഈ വണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്ത് ഫീൽ ചെയ്യാം. അതിന് തന്നെ വണ്ടിൻ്റെ ഫ്രണ്ട് തന്നെ കണ്ടു തുടങ്ങാം. അതിന് തന്നെ വണ്ടിൻ്റെ ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോൾ മെയിനായിട്ട് മാറ്റം വന്നിട്ടുള്ളവരായിട്ട് ആ ഗ്രിൽസൊക്കെ ഗ്ലോസി ബ്ലാക്ക് ആക്കി, ആ ഒരു ഹുഡൊക്കെ കാർബൺ ഫൈബർ ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ വണ്ടിൻ്റെ മെയിൻ ഒരു ഫ്രണ്ട് ലുക്കിനെ തന്നെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രില്ലിൽ ആ ഒരു ഇന്തോനേഷ്യൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് ലാംപ്സൊക്കെ ഫുള്ളി LED-ലാക്കിയിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാംപ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ വണ്ടിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. മെയിനായിട്ട് വണ്ടിൻ്റെ ലുക്കിലല്ല, ഈ വണ്ടിൻ്റെ എഞ്ചിൻ ഭാഗത്തും എക്സോസ്റ്റ് നോട്ടിലൊക്കെയാണ് വണ്ടിയിൽ കാര്യമായിട്ട് മാറ്റം വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ വണ്ടിൻ്റെ എഞ്ചിൻ ബേ ഒന്ന് നോക്കാം. എഞ്ചിൻ ബേ എന്ന് പറയാനായിട്ടാണ് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണെന്ന് ഞാൻ പറഞ്ഞു. മെയിനായിട്ട് നമ്മൾ വരുത്തിയിട്ടുള്ള ഒരു മാറ്റം, ഇതിൽ കസ്റ്റം ഹെഡേഴ്സ് ചെയ്തിട്ടുണ്ട്. SS നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. റേസിംഗ് 49 എന്ന് പറഞ്ഞ ഷോപ്പാണ് ഈ വണ്ടിൻ്റെ ഹെഡർ സിസ്റ്റം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുള്ളി SS ഈ വണ്ടിൻ്റെ സ്ട്രേറ്റ് പൈപ്പ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾട്രോണിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയിൽ പോകുന്ന സമയത്ത് ഒന്ന് കേട്ട് നോക്കാം. അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെയാണ് വേണ്ടി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ BMC എയർ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത്ര കാര്യങ്ങളാണ് വേണ്ടിൻ്റെ എഞ്ചിൻ പേര് വരുത്തിയിട്ടുള്ള മാറ്റം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 108 bhp നേരെ വണ്ടി ഒരു 10 HP കൂടി കൂടിയിട്ടുണ്ട്. അത്തരത്തിലാണ് വേണ്ടിൻ്റെ പവറിൽ വന്നിട്ടുള്ള ഒരു മാറ്റം. അത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ശരിക്കൊന്ന് നോക്കാം. ഇനി നേരെ വണ്ടിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ സൈഡ് നോക്കുമ്പോൾ മെയിനായിട്ടുള്ള ഒരു മാറ്റം ആ ഒരു വീൽസ്, അതുപോലെ തന്നെ ആ ഒരു ഗ്രാഫിക് ഡിസൈൻസുമാണ് ഈ വണ്ടിൻ്റെ സൈഡ് ലുക്കിനെ ടോട്ടലി മാറ്റുള്ളത്. ഒരു 17 ഇഞ്ച് JDM വീൽസാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് ഒരു ഗ്രാഫിക് ഡിസൈനും കാരണം കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫിക്സാണ് ഈ വണ്ടിൻ്റെ സൈഡ് ലുക്കിൽ നിന്ന് ടോട്ടലി നമ്മൾ മാറ്റിയിട്ടുള്ളതെന്ന് പറയാം. ഈ ഒരു ഗ്രാഫിക് ഡിസൈനാണ്. വേറെ കാര്യമുള്ള കാര്യങ്ങളൊന്നും ഈ സൈഡിൽ കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ വണ്ടിയിൽ കോബ്ര ലോവറിങ് സ്പ്രിങ്സ് ചെയ്തിട്ടുണ്ട്. മിറേഴ്സും BPLS APLS ഒക്കെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നേരെ വണ്ടി റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ റിയറിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു എക്സോസ്റ്റ് ഇരിക്കുന്നത്. ഒരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് അതിൻ്റെ ഒരു ടിപ്പ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡുവൽ ടിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വോൾഫ് എന്നാണ് ഈ വണ്ടി ട്യൂൺ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ അവരൊരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ എല്ലാ ഭാഗങ്ങളും ഡീക്രോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിംഗ് എത്തിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ഡെലാംസനാണ് വണ്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തൊരു റിഫ്ലക്ടർ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ വണ്ടിൻ്റെ റിയറിൽ പറയാനായിട്ടുള്ളത്. മെയിനായിട്ട് റിയറിൽ പറയാനായിട്ടുള്ള അവരെ നമ്മൾ ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇൻറ്റീരിയറിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് ഇൻറ്റീരിയറിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വണ്ടിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വണ്ടിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ടോക്കാം. ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഷൂട്ട് ചെയ്യണ സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ വാൾവ് ഓൺ ആയിട്ടുണ്ട്. 2.5 RPM-ലും 3.5 RPM-ലാണ് ഈ വണ്ടിൻ്റെ ആ ഒരു ബോക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജ് 1+ മാപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു എർട്ടിഗ ഓടിച്ചു നോക്കാൻ വേണ്ടി പോവാണ്. ആളും കാര്യങ്ങളൊക്കെ ഓണാണ്. നമുക്ക് SG വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം.
റാപ്പാണ് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഒരു കസ്റ്റം ഹെഡ് സിസ്റ്റം വണ്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആണ്. അത് SS ലാണ് വണ്ടി ചെയ്തിട്ടുള്ളത്. ഏകദേശം 103 bhp ആണ് വണ്ടിക്ക്. സ്റ്റോക്ക് വരുന്ന ഒരു പവർ പറയുന്നത്. വണ്ടി ട്യൂൺ ചെയ്തിട്ട് നേരെ 10 HP വണ്ടിയിൽ കൂടിയിട്ടുണ്ട്. ഒരു ഇരട്ടിക്കെന്ന് ആരും ഈ ഒരു ടൂണിങ് ഇതുപോലത്തെ ഒരു നോയ്സും കാര്യങ്ങളും ആരും പ്രതീക്ഷിക്കില്ല. അങ്ങനത്തെ ഒരു ടൂണിംഗ് ആണ് ഈ വണ്ടി ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു വർക്കാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുള്ളി ഒരു ഇന്തോനേഷ്യൻ തെക്കിലാണ് ഈ വണ്ടി ചെയ്തിട്ടുള്ളത്. ഒരു ഫൺ ടു ഡ്രൈവ് മെഷീൻ എന്ന് പറയാം. അത്രയ്ക്കാണ് ഈ വണ്ടിന്റെ ആ ഒരു ഡ്രൈവിംഗ് ഫീലിനെ പറ്റി പറയാനായിട്ടുള്ളത്. ലൗഡായിട്ടുള്ളൊരു എക്സോസ്റ്റ് സിസ്റ്റം വണ്ടി ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ഓടിക്കുമ്പോൾ ശരിക്കും ആ ഒരു എക്സോസ്റ്റ് എൻജോയ് ചെയ്തിട്ട് തന്നെ ഓടിക്കാം. അപ്പോൾ അത്ര കാര്യങ്ങളാണ് ഈ ഒരു എർട്ടിഗന്റെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വണ്ടിയിൽ വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ചാനലായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഓക്കെ.